ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസം നാം നിക്കോദോസിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. നിക്കോദോമസ് ഇരുട്ടോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു എന്നും നിക്കോദോമസിനോട് ദൈവം സംസാരിച്ചു എന്നും നാം കണ്ടു. മാത്രമല്ല, പുതുതായി ജനിക്കണമെന്ന് പറഞ്ഞ നിക്കോദോമസിനോട് പിന്നെ അവൻ്റെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അവൻ പുതുതായി ജനിച്ച ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നിക്കോദോമസിനോടുള്ള ബന്ധത്തിൽ അവൻ ഭയന്നാണ് കർത്താവിൻ്റെ അടുക്കൽ വന്നത്. എന്നാലും ഭയന്നാണെങ്കിലും തന്നെ കർത്താവിന് വേണ്ടി ഏൽപ്പിക്കുന്ന ഒരു തന്നെത്താൻ ഏൽപ്പിക്കുന്ന ഒരു നിക്കോദോമസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ്റെ ജീവിതത്തിൽ അവന് ഭയമുണ്ടായിരുന്നു. എന്നാൽ ആ ഭയം അവനിലുണ്ടെങ്കിൽ തന്നെയും സത്യം എന്തെന്ന് അറിയുവാനായിട്ടും ഈ സത്യത്തിനു വേണ്ടി എങ്ങനെ മനസ്സിലാക്കണമെന്ന് അറിയുവാൻ വേണ്ടി അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു നിക്കോദോമസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏവരെയും ഉപയോഗിക്കുന്ന കർത്താവായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തന്നെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ഒരാളെയും കർത്താവ് കൈവിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അവരെ ഓരോരുത്തരെ ദൈവം ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ മോശ തൻ്റെ വടി കർത്താവിന് കൊടുത്തപ്പോൾ ആ മോശയുടെ വടി കൊണ്ട് അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ മോശയിൽ കൂടെ നിവർത്തിപ്പാനായിട്ട് കർത്താവിന് പ്രസാദം തോന്നിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ ദൈവവചനത്തിൽ അനേകരെക്കുറിച്ച് കാണുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അവരുടെ ഒന്നുമില്ലായ്മ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവരെ എടുത്ത് ഉപയോഗിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിക്കോദോമസിനെയും ദൈവം എടുത്ത് ഉപയോഗിച്ചു. അവൻ മാനസാന്തരപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ ഉള്ളവനായി തീർന്നു. അവൻ്റെ ഭയമെല്ലാം മാറി. അവൻ പിന്നെ നിക്കോദോമസിനെ നമ്മൾ കാണുന്നത് 7-ാം അധ്യായത്തിൻ്റെ 50 മുതൽ 52 വരെയുള്ള വാക്യത്തിലാണ്. അവിടെ നമുക്ക് 45 വരെയുള്ള വാക്യം അതറിയാം. അത് ചേവകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെ അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്തെന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവർ ഉത്തരം പറഞ്ഞു. പരീശന്മാർ അവരോട്, നിങ്ങളും തെറ്റിപ്പോയോ? പ്രമാണികളിലാകട്ടെ പരീശന്മാരിലാകട്ടെ ആരെങ്കിലും അവനെ വിശ്വസിച്ചിട്ടുണ്ടോ? ന്യായപ്രമാണം അറിയാത്ത പുരുഷന്മാർ ശപിക്കപ്പെട്ടവരാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ കർത്താവിനെ പിടിക്കുവാനായിട്ട് ആണ് ചേവകരെ മഹാപുരോഹിതന്മാരും പരീശന്മാരും ഒക്കെ അയച്ചത്. നമുക്കറിയാം നിക്കോദോമസ് ഒരു പരീശനാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവർ പറയുകയാണ്, ദൈവവചനം അറിയുന്ന ആരെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ കൂടെ നിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കൊണ്ടുവരാത്ത എന്തെന്ന് ചോദിച്ചിട്ട് പറയുകയാണ്, നിങ്ങളും തെറ്റിപ്പോയവരോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരെ ഈ ചേവകരെ വിട്ടത് യേശുക്രിസ്തുവിനെ പിടിക്കുവാനാണ്. അങ്ങനെ കൊല്ലുവാനുള്ള ഒരു ആ വ്യക്തിയെ കൂടെ നിൽക്കുന്ന നിക്കോദോമസിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ പറയുന്ന ന്യായപ്രമാണം അറിയാത്ത പുരുഷാരമേ ശപിക്കപ്പെട്ടവരാകുന്ന ഉത്തരം പറഞ്ഞു. അവരിൽ ഒരുത്തനായി മുമ്പേ അവൻ്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദോമസ് അവരോട്, ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, നീയും ഗലീലക്കാരനോ? പരിശോധിച്ച് നോക്കുക, ഗലീലയിൽ നിന്ന് പ്രവാചകന്മാർ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്നുത്തരം പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ ശക്തമായിട്ട് തന്നെ നിക്കോദോമസ് ഇൻഡയറക്റ്റ്ലി കർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്നവനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ ആദ്യ ഇരുട്ടോടുകൂടി വന്നു. അവൻ ദൈവത്തെ കണ്ടുമുട്ടി. എന്നാൽ ഇന്ന് അവൻ ഭയന്നില്ല. ആ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും മധ്യത്തിൽ യേശുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് അവൻ തീർന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവം എടുത്ത് ഉപയോഗിക്കുന്നവരേവരും മറ്റുള്ളവരെ ഭയപ്പെടാതെ നിൽക്കുവാനുള്ള ശക്തി ദൈവം അവർക്ക് കൊടുക്കുമെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വീണ്ടും ഈ നിക്കോദോമസിനെ കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് മരിക്കേണ്ടത് ആവശ്യമായിരുന്നു നമ്മുടെ പാവങ്ങൾക്ക് പകരമായിട്ട്. കർത്താവിനെ അവർ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും എല്ലാവരും കൂടെ കള്ളത്തരം പറഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞ് കർത്താവിനെ
ഒറ്റിക്കൊടുക്കുകയും അങ്ങനെ പീലാത്തോസിൻ്റെ കയ്യിലേൽപ്പിക്കപ്പെടുകയും മാത്രമല്ല അവനെ ക്രൂശിക്കുകയും ചെയ്തു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി തീർന്നു. കർത്താവ് വന്നത് തന്നെ ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ടാണ്. അങ്ങനെ വന്ന കർത്താവിനറിയായിരുന്നു സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവർ അവൻ കൈ അവനെ കൈക്കൊണ്ടില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ രക്ഷിക്കുവാനായിട്ട് വന്നു, എന്നാൽ അവർ അവനെ വേണ്ട എന്ന് വെച്ചു. അത് നമ്മൾക്ക് അത് അനുഗ്രഹത്തിന് കാരണമായിട്ട് തീർന്നു. അവൻ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു, മരിക്കുവാൻ വേണ്ടി തന്നെ വന്നതാണ്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി വന്നതാണ്. അവൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് നിക്കോദോമസിനെ കാണുവാനായിട്ട് സാധിക്കും. 19-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ 19:38 മുതലുള്ള വാക്യത്തിൽ, യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്തിയിലെ യോസേപ്പ് യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോകാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കയിൽ അവൻ വന്ന് അവൻ്റെ ശരീരം എടുത്തു. പണ്ടും നിക്കോദോമസ് മാത്രമല്ല, ഈ അരിമത്തിയിലെ യോസേപ്പും യേശുവിനെ പേടിച്ചതാണ്. അവൻ്റെ രഹസ്യ ശിഷ്യനായിരുന്നു ഇവർ രണ്ടുപേരും എന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അപകടമുണ്ടാകാം, ഈ ക്രിസ്തുവിനെ അവർ ക്രൂശിച്ചതാണ്. എന്നാലും അവർ ഭയപ്പെട്ടില്ല. അവരുടെ ഭയം മാറിപ്പോയി. അവർ ധൈര്യത്തോടെ പീലാത്തോസിൻ്റെ അടുക്കൽ ചെല്ലുന്ന ഈ മഹാപുരോഹിതന്മാരെയോ ശാസ്ത്രിമാരെയോ പരീശന്മാരെയോ അവർ പേടിച്ചില്ല. അവർ മറ്റേ അവിടെയുള്ള ജാതികളെയും പേടിച്ചില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ ധൈര്യത്തോടു കൂടെ യോസേപ്പും സീക്രട്ടായിട്ടുള്ള യോസേപ്പ് വന്ന് കർത്താവിൻ്റെ അടുക്കൽ എത്തുകയാണ്. അങ്ങനെ പീലാത്തോസ് അനുവദിക്കൽ അവൻ വന്ന് അവൻ്റെ ശരീരമെടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയാണ്. ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോദോമസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. ഇവിടെ യോസേപ്പ് അവൻ്റെ കല്ലറയിൽ കർത്താവിനെ അടക്കുവാനായിട്ടുള്ള പദ്ധതി ഒരുക്കിയപ്പോൾ ഇവിടെ ഒരു സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയെ ശവസംസ്കാരം ചെയ്യുന്നത് പോലെ തന്നെ അവനെ അടക്കുവാനായിട്ടുള്ള സാമഗ്രിയുമായിട്ട് നിക്കോദോമസ് വരികയാണ്. അവൻ്റെ നിക്കോദോമസ് ഏകദേശം 100 റാത്തൽ മൂറും അകിലം കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞ് കെട്ടി ഈ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അവനെ കിടത്തുവാനായിട്ട് അവൻ നമ്മൾക്കറിയാം, അവൻ്റെ അമ്മയ്ക്ക് പ്രസവിക്കുവാനായിട്ട് ഒരു സ്ഥലമില്ലായിരുന്നു. അവർ തൊഴുത്തിലാണ് പ്രസവിച്ചത്. അവനെ കിടത്തുവാനായിട്ട് അവനെ തൊട്ടിലാണ് കിടത്തിയത്. അത് ശീലകൾ പൊതിഞ്ഞാണ് കെട്ടത്. എന്നാൽ അവൻ മരണത്തിൽ അവൻ സമ്പന്മാരോട് കൂടിയായിരുന്നു എന്നുള്ള തിരുവെഴുത്ത് നിവർത്തി വരുവാൻ തക്കവണ്ണം അവനെ ഏകദേശം 100 റാത്തൽ മൂറും അകിലം കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞു കെട്ടി അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നൊരു തോട്ടം, ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ല പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപമാകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിക്കോദോസിനോടുള്ള ബന്ധത്തിൽ അവനിന്ന് ഒളിഞ്ഞിരിക്കുന്ന ഒരു ശിഷ്യനല്ല. അവൻ മറ്റുള്ളവരുടെ മുമ്പാകെ തന്നെ വെളിപ്പെടുത്തുന്ന, കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന, കർത്താവിന് വേണ്ടി സാക്ഷിക്കുന്ന, കർത്താവിനായിട്ട് ജ്വലിച്ച് പ്രകാശിച്ച ഒരു വ്യക്തിയായിട്ട് നമുക്ക് നിക്കോദോമസിനെ കാണുവാനായിട്ട് സാധിക്കും. നിക്കോദോമസിനെക്കുറിച്ച് വീണ്ടും വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും നമുക്കറിയാം നിക്കോദോമസ് നിക്കോദോമോസ് കർത്താവിന് വേണ്ടി നിലനിന്നു. അവൻ കഷ്ടതയോ പ്രയാസമോ മരണമോ എന്തു വന്നാലും ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കും എന്നുള്ള ധൈര്യത്തോടു കൂടെ അവൻ കർത്താവിന് വേണ്ടി നിന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ എന്തു വന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ചിലപ്പോൾ ആദ്യം ഭയമുണ്ടായി എന്ന് വന്നേക്കാം. എന്നാൽ ക്രിസ്തുവിനെ കണ്ടെത്തുന്ന മുഖാന്തരമായിട്ട് നമ്മുടെ ഭയം മാറിയിട്ട് ക്രിസ്തുവിനോടുകൂടെ അവൻ്റെ കഷ്ടങ്ങൾ പങ്കുള്ളവരായിട്ട് തീരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.